ട്രൂവേ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വലിയ സ്റ്റോറിയാണ്. So എൻ്റെ ജേർണി ഇൻ ടു ട്രൂവേ വാസ് ഇൻ 2018. വെരി ഫ്യൂ സ്റ്റാഫ്, അർച്ചനയും ഞാനും വി വർ ഫോഴ്സ്ഡ് ടു സ്റ്റോപ്പ്, ഷട്ട് ദി ബ്രാഞ്ച് എന്നുള്ളൊരു കണ്ടീഷൻ. ഞങ്ങളെ ബ്രാഞ്ച് ഷട്ട് ഡൗൺ ചെയ്തിട്ട് ഞങ്ങളുടെ ഭാഷ്യം പറഞ്ഞാൽ ഞങ്ങളെ തന്നെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഫുൾ നമ്മള് എന്താ പറയാ അട്ടർ ഫെയിലിയർ ആ ഒരു കണ്ടീഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്ന അവിടെ നിന്നാണ് ശരിക്കും പറയുന്ന പോലുള്ളൊരു സ്റ്റേജിലേക്ക് വന്നത്. വെൽക്കം ഹസൻ സാറും നമ്മുടെ ലസീത മാമിനും വെൽക്കം. താങ്ക് യു. അപ്പം ആക്ച്വലി നമ്മുടെ ട്രൂവേ എന്താണ്, എങ്ങനെയാണ് നമ്മൾ ട്രൂവേ ബിൽഡ് ചെയ്ത് ഈ ലെവലിൽ എത്തിച്ചത്? ട്രൂവേ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വലിയ സ്റ്റോറിയാണ്. ഞാൻ 2008 ഇവിടുന്ന് ബാംഗ്ലൂർ നഴ്സിംഗ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ബാംഗ്ലൂർ നഴ്സിംഗ് പഠിക്കാൻ പോയി അവിടെ 2012 കോഴ്സ് ഫിനിഷ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഒരു നേഴ്സിൻ്റെ മെയിൻ ഡ്രീമാണ് എബ്രോഡ് പോയി ജോലി ചെയ്യുക, ലൈഫ് സെറ്റിലാകുക എന്നുള്ളത്. നേഴ്സ്, മെഡിക്കൽ പ്രൊഫഷൻസ് എല്ലാവരും മെയിൻ ഡ്രീമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ ടൈമിൽ സാലറി പാക്കേജൊക്കെ ഭയങ്കര കുറവായിരുന്നു ഇവിടെ ഇന്ത്യയിൽ. ഇപ്പോൾ അതിനൊരു നല്ലൊരു മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അറ്റ് പ്രസൻറ്റ് ഒരു നേഴ്സിന് ഇന്ത്യയിൽ ഇപ്പോൾ കിട്ടുന്ന പാക്കേജ് കറക്റ്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഹോസ്പിറ്റലിലേക്ക് കിട്ടുന്ന പാക്കേജ് നമ്മൾ ചെയ്യുന്ന എഫർട്ടിൻ്റെ ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് എബ്രോഡൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കുറേ പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കോച്ചിങ്, ഡാറ്റ ഫ്ലോ, ഗുഡ് സ്റ്റാൻഡിങ്, കൗൺസിലറുടെ ഗുഡ് സ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ട്രൂവേ എന്ന് പറയുന്നത്. മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ പെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് പറഞ്ഞു തരാം, കൺസൾട്ട് ചെയ്യാനൊരു ആളില്ല. നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് വരുമ്പോഴായിരിക്കും പറയുന്നത് അടുത്തത് ചെയ്യണം, അത് ചെയ്തിട്ട് വരുമ്പോൾ പറയും അടുത്തത് ചെയ്യണം എന്ന് പറയും. അങ്ങനെ നമ്മളത് ഫുൾ പ്രോസസ് ചെയ്യുമ്പോൾ ഒരു 6 months, 7 months, 8 months ഒക്കെ ടൈം എടുക്കുന്നുണ്ട്. ഇതിനെല്ലാം നമ്മൾ ഒരുമിച്ച് കൺസോൾട്ടേറ്റ് കറക്റ്റ് ഗൈഡ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ 2 months മാക്സിമം 1.5 മാസം 2 മാസത്തിനുള്ളിലൊക്കെ ഫിനിഷ് ചെയ്യാവുന്ന പ്രോസസ്സുകളേ ഉള്ളൂ ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്യാനുള്ള നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്താണ് ട്രൂവേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രൂവയുടെ സ്റ്റാർട്ടിങ് ടൈമിൽ ഇതൊന്നും ഓർഗനൈസ്ഡ് അല്ലായിരുന്നു. കുറേ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ അനുഭവിച്ചാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തതും ഈ ലെവലിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നതും. അപ്പോൾ ഞാൻ ലസിത ജോയിൻ ചെയ്തപ്പോൾ ലസിത അടുത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമേ ഞങ്ങളുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഒരാളുടെ ഒരു ദിവസം പോലും ഡിലേ ആവരുതെന്നുള്ളത്. ബാക്കി സ്റ്റോറി ലസിത പറയും. സോ എൻ്റെ ജേർണി ഇൻ ടു ട്രൂവേ വാസ് ഇൻ 2018. സർ പറഞ്ഞ പോലെ ഞാൻ BDM ആയിട്ടാണ് ട്രൂവേയിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ ആ വരുന്ന സമയത്തെന്ന് വെച്ചാൽ വെരി ഫ്യൂ സ്റ്റാഫ്, അർച്ചനയും ഞാനും പിന്നെ ഒരു 2-3 ടെലികോളിംഗ് ചെയ്യുന്ന സ്റ്റാഫ് ഉണ്ടായിരുന്നു. ആൻഡ് ഹാൻഡ് ഫുൾ ഓഫ് സർവീസസ് അത്രയും മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പീരീഡിൽ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള ഈ ഒരു ഡെവലപ്മെന്റ്സോ ടെക്നോളജീസോ സോഷ്യൽ മീഡിയയിൽ കുറേ ആക്ടിവേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മളൊരു സ്റ്റാർട്ടിങ് സ്റ്റേജ്, വെരി ബേസ്, ഒരു നോവീസ് എന്നുള്ളൊരു കണ്ടീഷനിലാണ് നിന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ ഞാൻ ജോയിൻ ചെയ്ത് ഒരു നിയർലി ഒരു 7 to 8 months മാത്രമാണ് നമുക്ക് ആ ബ്രാഞ്ച് തന്നെ റൺ ചെയ്യാൻ പറ്റും. ആൻഡ് വി വർ ഫോഴ്സ്ഡ് ടു സ്റ്റോപ്പ്, ഷട്ട് ദി ബ്രാഞ്ച് എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഒന്നിനെ പറ്റിയും നമുക്കൊരു അപ്ഡേഷൻ അല്ല, ഒരു അപ്ഡേറ്റഡ് അല്ലായിരുന്നു. കുറേ എന്താ പറയുക അൺഅവെയർനെസ് ഉണ്ടായിരുന്നു. എങ്ങനെ നമ്മൾ സർവീസസ് പുതിയതായിട്ട് ആഡ് ചെയ്ത് കൊണ്ടുവരണം, ആൾക്കാരിലേക്ക് എങ്ങനെ എത്തണം, ഒന്നിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ കുറെ അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും എല്ലാം. ഞങ്ങളെ ബ്രാഞ്ച് ഷട്ട് ഡൗൺ ചെയ്തിട്ട് ഞങ്ങളുടെ ഭാഷ്യം പറഞ്ഞാൽ ഞങ്ങളെ തന്നെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തു, എവിടെയാണ് ഫെയിൽ ആയത് എന്നൊക്കെ നോക്കിയിട്ട് എന്നിട്ടാണ് ഞങ്ങൾ റീസ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു പീരീഡ് എന്നെ സംബന്ധിച്ച് നോക്കിയാൽ ഒരു ബ്ലാക്ക് ഏജ് എന്ന് ഞാൻ പറയും. അത്രയും ഒരു ഡിപ്രഷനും എല്ലാവരും ഒത്തിരി സ്ട്രഗിൾസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ടൈമായിരുന്നു. ആൻഡ് 2019 കോവിഡിന്റെ ഔട്ട് ബ്രേക്ക് വന്ന് ശരിക്കും പറഞ്ഞാൽ ഫുൾ നമ്മൾ എന്താ പറയാ അട്ടർ ഫെയിലിയർ ആ ഒരു കണ്ടീഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ടൈം. അവിടെ നിന്നാണ് ശരിക്കും ഈ ഒരു റീജുവനേറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു റീബർത്ത് എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു സ്റ്റേജിലേക്ക് വന്നത്. ഇത്രയും സർവീസ് ഒന്നും ഇല്ലായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ. കുറച്ച് സർവീസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അഡ്മിഷൻ ഗൈഡൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു, ഡാറ്റ ഫ്ലോ, അറ്റസ്റ്റേഷൻ, അങ്ങനെ കുറച്ച് സർവീസുകൾ മാത്രമേ സ്റ്റാർട്ടിങ് ടൈമിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളുടെ ഫെയിലിയേഴ്സ് മനസ്സിലാക്കി. ഞങ്ങളുടെ മെയിൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കോൾ എടുക്കാറില്ല, ടൈമിൽ അപ്ഡേറ്റ് കൊടുക്കാറില്ലായിരുന്നു, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മളൊരു സിസ്റ്റമാറ്റിക് വേയിലേക്ക് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നു.
ഇപ്പോൾ എനിക്ക് പുതുതായിട്ട് വരുന്ന ഓൺടർപ്രൈനേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്, ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഒരു മിസ്റ്റേക്കായിരുന്നു. എല്ലാം ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്താലേ ശരിയാവുള്ളൂ എന്നൊരു മെന്റാലിറ്റി ഉണ്ടായിരുന്നു എനിക്ക്. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ബേബീനെ പോലെയാണ് ശരിക്കും. അപ്പം നമ്മൾക്കത് വേറൊരാളെ ഏൽപ്പിക്കാനോ നമ്മൾ ചെയ്ത പോലെ വേറെ ആരും ചെയ്യത്തില്ല എന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ട്. അതെങ്ങനെയാണ് ഓവർകം ചെയ്തത് ആ ഒരു? നമ്മളൊരു മെയിൻ എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ടീം ബിൽഡ് ചെയ്യുമ്പോൾ ഫുൾ കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്താലേ രക്ഷപ്പെടുള്ളൂ എന്നുള്ള കാര്യം. പക്ഷെ അത് ഭയങ്കര ഒരു തെറ്റായ തെറ്റിദ്ധാരണയാണ്. അതെ 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 അതെ. നമ്മൾ അവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവരെ പഠിപ്പിച്ചാൽ അവർ നമ്മൾ കളഞ്ഞിട്ട് വേറെ പിന്നെ സ്റ്റാർട്ട് ചെയ്യില്ലായിരുന്നു. നമ്മൾ അതൊന്നും ആലോചിക്കേണ്ട കാര്യമല്ല. നമ്മുടെ വിഷനും അവർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എവിടെ എത്താൻ പോകുന്നില്ല. ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളത് ക്ലിയർലി സിസ്റ്റമാറ്റിക് ആയിട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങൾ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് എവിടെയാണ് ഫെയിലിയേഴ്സ് എന്ന് അത് തിരുത്തുകയാണ് ആദ്യം ചെയ്തത്. സ്റ്റാഫിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാരിറ്റി കൊടുത്തു, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ സ്റ്റാഫ് ട്രെയിനിങ്ങിനൊക്കെ ആയിട്ട് ഞങ്ങൾ തന്നെ ഓരോ സർവീസുകളും എന്താണെന്ന് പേപ്പറിൽ എഴുതുകയാണ് ചെയ്തത്. ഫസ്റ്റ് SOPs ഒക്കെ രണ്ടാമത് ബിൽഡ് ചെയ്യുകയാണ് ചെയ്തത്. ഞങ്ങൾ ആദ്യം ചെയ്തത് പേപ്പറിൽ എഴുതിയിട്ട് ഇന്ന ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്, ഇന്ന ക്വസ്റ്റ്യൻസ് വരും, അപ്പോൾ ഇന്നതാണ് ആൻസർ പറയേണ്ടത്, ഇന്നതാണ് പ്രൊസീജിയർ വരുന്നത്. ഇന്ന് ഡോക്യുമെൻ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ടൈമിനുള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുള്ള ടൈം ലിമിറ്റ് വരെ നമ്മൾ കൊടുത്തു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് സ്ട്രക്ചറായി. പിന്നെ ഞങ്ങളുടെ കസ്റ്റമർ സപ്പോർട്ട് എല്ലാം ഇമ്പ്രൂവ് ചെയ്തു, ടീം ബിൽഡ് ചെയ്തു, ഫുൾ സിസ്റ്റം. ടീം ബിൽഡിങ്ങിന്റെ കഥ അത് എനിക്കതിൽ പറയാനുള്ളത് ലൈക്ക് ഒരു tedious ആയിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു ഈ ടീം ബിൽഡിംഗ്. നമുക്ക് ശരിക്കും ഈ 2020 നമ്മൾ വീണ്ടും ഒരു സെക്കൻഡ് ഫേസിലേക്ക് വന്നത്. അതായത് അതുവരെ ഉണ്ടായിരുന്ന എല്ലാം നമ്മൾ ഒന്ന് പഠിച്ചു, ഒന്നുകൂടി എന്തൊക്കെയാണ് ഇനി ചെയ്യാനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ ഒരു ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരാം. ഒരുപാട് കാര്യങ്ങൾ ലോങ് അവേഴ്സ് ഓഫ് ഡിസ്കഷൻ, രാത്രിയെന്നോ പകലെന്നോ ഇല്ല, നമ്മളുടെ ആ ഒരു കോർഡിനേഷനിൽ നമ്മൾ ഒരുപാട് അതിന് പിന്നിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് 2020 നമ്മൾ വീണ്ടും ഈ ഒരു റീസ്റ്റാർട്ടിങ് എന്നുള്ളൊരു പ്രോസസ്സിലേക്ക് വന്നു. അങ്ങനെയാണ് നമ്മുടെ ഡെസിഗ്നേഷനും കാര്യങ്ങളൊക്കെ ചേഞ്ചായി. ഞാൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി. പിന്നെ അതിനുശേഷം ഇറ്റ് വാസ് എ ലോങ് ജേർണി. ഇറ്റ് വാസ് എന്താ പറയുക, ഒരു സ്ട്രഗിൾ സ്റ്റോറി എന്ന് നമുക്ക് പറയാൻ പറ്റും. അത്രയും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ടീം ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ എന്താ പറയുക ഓർഗനൈസേഷനിലേക്ക് വരുന്ന ഓരോ സ്റ്റാഫിനെയും ഇതിൻ്റെ ഒരു പൾസ് അറിയിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ഒരു സ്ഥാപനം പോലെ അത്രയും സിൻസിയർ ആയിട്ട് ആ ഒരു സോൾഫുൾ ആയിട്ട് നിന്ന് വർക്ക് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എനി ഓർഗനൈസേഷൻ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് അവരെ കൊണ്ടുവരാനായിരുന്നു ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു. ഇപ്പോൾ ഒത്തിരി ഇന്റേണൽ പൊളിറ്റിക്സ് വന്നിട്ടുണ്ട്. നമ്മളൊരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അത് ഇമ്മീഡിയറ്റ് റിജക്ഷൻസ് വന്നിട്ടുണ്ട്. അവർക്കിടയിൽ തന്നെ ഒരുപാട് ഡിസ്കഷൻസ് എല്ലാം വന്നിട്ട് ഇതിനെ എങ്ങനെ ഫെയിലേഴ്സ് പറയുന്നത്, നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യും, ആദ്യം പൊളിക്കുന്നത് ഞങ്ങൾ തന്നെ ആയിരിക്കും. ഞങ്ങളുടെ കംഫർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന കാര്യം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തത് അത് ബ്രേക്ക് ചെയ്യുകയായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഒരു സിസ്റ്റം സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പറഞ്ഞാൽ പോലും മാറ്റണ്ടെന്ന് സ്റ്റാഫിനോട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു. ഞങ്ങൾ ചിലപ്പോൾ അങ്ങനെ പറയാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ മാറുമോന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞവരടുത്ത്. അങ്ങനെ എന്തെങ്കിലും പറയാമെങ്കിൽ ഒഫീഷ്യലി മെയിൽ ത്രൂ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫ് ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് മാറ്റിയപ്പോൾ ആ സിസ്റ്റം സെറ്റായി അവിടെ. അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ബിൽഡ് ചെയ്യും, ഞങ്ങൾ തന്നെ പൊളിക്കും, അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആ ഒരു ഇതിനെ മാറ്റുവാണ് ഫസ്റ്റ് ഞങ്ങൾ ചെയ്തത്, ഞങ്ങളുടെ മിസ്റ്റേക്കുകളെ. ഒരു സ്ഥലത്ത് പലരും പറയുന്ന ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ ബിസിനസ് മാൻ there will be a woman, അല്ലെങ്കിൽ സക്സസ്ഫുൾ മാൻ there will be a woman. ആക്ച്വലി അത് മാറ്റി എഴുതിയ ഒരു സിറ്റുവേഷൻ ഉണ്ട് ആൾക്കാർ. അതായത് ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ there is many unsuccessful years എന്നാണ്. അപ്പം അത്രയും അൺസക്സസ്ഫുൾ ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ആ സക്സസ് വരുന്നത്. അവിടെ വെച്ച് ആ ഒരു മനസ്സിന്റെ ധൈര്യം വേണം നമുക്ക് ആ പിടിക്കാനും തിരിച്ചു കയറി വരാനും. അതെങ്ങനെയാണ് നിങ്ങള്? ഞാൻ ഒരുപാട് ബിസിനസ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഫെയിലായിട്ടാണുള്ളത്. പക്ഷെ എന്തുകൊണ്ട് ഫെയിലായി എന്ന് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് ഞങ്ങൾ സ്ട്രക്ചർഡായി തുടങ്ങിയത്.
എവിടെയാണ് ഞങ്ങൾക്ക് വന്ന ഫെയിലിയേഴ്സ് എന്ന് ഞങ്ങൾ തന്നെ മനസ്സിലാക്കി, എന്തൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്രശ്നങ്ങളെന്നൊക്കെ മനസ്സിലാക്കി ഇതിനെ സിസ്റ്റമാറ്റിക് ആർക്കൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഓരോരുത്തർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ സ്ട്രക്ചേർഡ് സെറ്റ് ചെയ്തപ്പോഴാണ് ഇത് ഇത്രയും ഗ്രോ ആയതും. 5ഓളം ബ്രാഞ്ചുകൾ നമ്മൾ സെറ്റ് ചെയ്തു, ആ കസ്റ്റമേഴ്സ് ഹാപ്പിയായി. ഇപ്പോൾ 100 കസ്റ്റമേഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 95ഉം ഹാപ്പി കസ്റ്റമേഴ്സ്. അവർ വെരി സക്സസ്ഫുള്ളി എല്ലാ പ്രോസസ്സുകളും നമ്മൾ ചെയ്ത് അവരും എബ്രോഡ് പോയി റീച്ച് ആയ കേസസ് ആണ്. അവരെല്ലാരും ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സ്റ്റാഫിന്റെ ആയാലും നമ്മുടെ ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പലരും ഈ കോൾ ത്രൂ ഒക്കെ നമ്മളോട് പറയും, ഏതെങ്കിലും വേറൊരു കമ്പനിയിലോ എന്തെങ്കിലും ഇങ്ങനെയുള്ളൊരു പ്രൈവറ്റ് ഫേംസിൽ വിളിക്കുമ്പോൾ ഞങ്ങൾ എന്താ പറയുന്നതെന്ന് പോലും ആക്ച്വലി കേൾക്കാനുള്ളൊരു പേഷ്യൻസ് ഈ കോൾ എടുക്കുന്നവർ കാണിക്കാറില്ല. പെട്ടെന്നൊരു റഷ് പോലെ കട്ട് ചെയ്യുകയോ അങ്ങനെ ഡിസ്കണക്ട് ചെയ്ത് പോവാം. അതൊക്കെയാണ് നോർമലി അവർക്ക് ഉണ്ടായിട്ടുള്ള ഒത്തിരി എന്താ പറയുക എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ എത്ര ഇപ്പോൾ 15 to 20 minutes ആയാലും ഹാഫ് ആൻ അവർ ആയാലും അവരുടെ റിക്വയർമെന്റ്സ് എന്താണോ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണോ അത് വളരെ പേഷ്യൻ്റായിട്ട് കേട്ടിട്ട് അതിൻ്റെ സൊല്യൂഷൻസും അത് എന്തൊക്കെയാണെന്നുള്ള പ്രോസസ് കൺവെയൻസ് ആണ് നമ്മളിവിടെ ചെയ്യുന്ന മെത്തേഡ്. അപ്പം അതുപോലെ തന്നെ ഒരു ഫ്രണ്ട്ലി ഒരു റിലേഷൻ എല്ലാ കസ്റ്റമേഴ്സുമായിട്ടും കീപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു കസ്റ്റമർ റിലേഷൻസിലുള്ള വലിയൊരു ക്വാളിറ്റി. എപ്പോഴും കസ്റ്റമേഴ്സ് ആയാലും അവർ എബ്രോഡ് റീച്ച് ആയിട്ട് നമ്മളെ വിളിച്ച് പറയും. പോകുന്നതിൻ്റെ തലേ ദിവസം വിളിച്ച് പറഞ്ഞിട്ടുള്ള കസ്റ്റമേഴ്സാണ്, ഞാൻ നാളെ പോവാണ്, ഇത്ര മണിക്കാണ് ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള കേസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. ലൈക്ക് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു സെയിൽസ് പേഴ്സൺ എന്നോ ഒരു കസ്റ്റമർ റിലേഷൻസ് എക്സിക്യൂട്ടീവ് എന്നുള്ളൊരു അവിടെ അങ്ങനെ ഒരു ബന്ധമല്ല. ബിയോണ്ട് ദാറ്റ് ഒരുപാട് നമുക്ക് ഒത്തിരി റിലേഷൻസും ഒത്തിരി ഇത് പറ്റുന്നുണ്ട് അങ്ങനെയുള്ള. ആക്ച്വലി ട്രൂവേ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസി അല്ല, പുറത്ത് പോകുന്ന ആൾക്കാരെ അവരുടെ ഡോക്യുമെന്റേഷൻ പ്രോസസ്സുകൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. അപ്പോൾ ഈ ഡോക്യുമെന്റേഷൻ എത്രയും ഫാസ്റ്റായാൽ മാത്രമേ അവർക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ പറ്റുള്ളൂ. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നേരത്തെ എത്തിക്കഴിഞ്ഞാൽ ഫെബ്രുവരിയിലും സെപ്റ്റംബറിലും എങ്ങാണ്ടാണ് തോന്നുന്നു ഇൻടേക്സ് വരുന്നത്. അല്ല, ഇത് സ്റ്റഡി അബ്രോഡിന്റെ ആണ്. ഇത് സ്റ്റഡി അല്ല. ഞങ്ങൾ അബ്രോഡ് മെഡിക്കൽ പ്രൊഫഷണൽ അല്ലാത്ത പ്രൊഫഷണൽസിന് വിദേശ രാജ്യങ്ങളിൽ ജോലി കിട്ടിയിട്ടാണ് ഈ പ്രോസസ്സ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് എടുക്കുന്ന ടൈം ഡിലേയും കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കും. എത്രയും ഒരു മാസം നേരത്തെ എത്തിക്കഴിഞ്ഞാൽ 1 മാസം സാലറിയും കൂടെ ആ കുടുംബത്തിന് കിട്ടുകയാണ്. അതെ അതെ. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്താ പറയുക ഡോക്യുമെന്റ് വെരിഫിക്കേഷനാണ്. വളരെയധികം കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ആക്യുറസി വേണ്ട ഒരു ഏരിയ ആണ്. എന്തെങ്കിലും നമ്മുടെ സൈഡിൽ നിന്നുള്ളൊരു മിസ്റ്റേക്ക് വന്നാൽ എവറിത്തിങ് വിൽ ഗെറ്റ്സ് അവരുടെ കംപ്ലീറ്റ് പ്രോസസ്സ് സ്റ്റക്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെയധികം സൂക്ഷ്മതയോടെ എൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണോ ഞാൻ ചെയ്യുന്നത്, ഞാനിപ്പോൾ എബ്രോഡ് പോകാന്നുണ്ടെങ്കിൽ എത്രത്തോളം ഞാനതിൽ വിജിലൻ്റ് ആയിരിക്കും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അത്രയും അതിനേക്കാളും ഒരുപടി മുകളിൽ നിന്നിട്ടായിരിക്കും നമ്മൾ. കാരണം നമ്മളെ വിശ്വസിച്ചിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ സാധിച്ചില്ല ആ ഒരു പഴയ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ. പക്ഷെ ഇപ്പം നമുക്ക് കുറേയേറെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആയി, റിസോഴ്സസ് ആയി, നമുക്ക് കുറേ നോളേജ് ആയി. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമ്മൾ ഇനി ചെയ്യുന്ന സർവീസസ് എന്നുള്ളത് അത്രയും അവർക്ക് കംപ്ലീറ്റ്ലി 100% സാറ്റിസ്ഫാക്ഷൻ കൊടുത്തുകൊണ്ടുള്ള സർവീസസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ കണ്ടിട്ടുണ്ട് വെബിനാർ ഒക്കെ ചെയ്യുന്നത്. അപ്പം വെബിനാർസിലൊക്കെ വാട്ട് കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ആണ് പാസ് ചെയ്യുന്നത് മാം? വെബിനാറിൽ ആക്ച്വലി നമ്മുടെ സർവീസസിനെ കുറിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഇൻഫർമേഷൻ പാസിംഗ് ആണ് അതിൽ നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ റീസെൻ്റ്ലി മെഡിക്കൽ കോഡിങ്ങിൻ്റെ വെബിനാർസ് കുറേ നമ്മൾ പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത സർവീസാണ്. പിന്നെ നമ്മുടെ എല്ലാ സർവീസസിനെ കുറിച്ചിട്ടും എല്ലാവർക്കും ഫ്രീ ഓഫ് കോസ്റ്റിലാണ് നമ്മൾ ഒരു രജിസ്ട്രേഷൻ ഫ്രീ ആണ്. അവർക്ക് കയറിയിട്ട് എബ്രോഡ് പോകുന്ന ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഫുൾ റിസോഴ്സസ് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ചാനൽ വീഡിയോ കണ്ടെത്തുന്ന തന്നെ അവർക്ക് ഒരുവിധം സ്ട്രക്ചേർഡ് ആയിട്ട് എല്ലാം മനസ്സിലാവാൻ പറ്റും. ഫുൾ A to Z വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ട്രൂവേ ഇന്റർനാഷണൽ യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഫുൾ വീഡിയോസ് ഉണ്ട്. ഫുൾ അവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോസാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടേക്കുന്നത്. ഇനി അടുത്ത വെബിനാർ ഒക്കെ എപ്പോഴായിരിക്കും? വെബിനാർ എല്ലാ മന്തും ഉണ്ടായിരിക്കും. ട്വൈസ് ഇൻ എ വീക്ക് അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടക്ട്, അല്ലെങ്കിൽ 2 വീക്ക് കൂടുമ്പോൾ ഒരു ദിവസം അങ്ങനെ എല്ലാം വരാറുണ്ട്. നമ്മുടെ സർവീസസിനെ കുറിച്ച് ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടും. അവർക്കിപ്പം എബ്രോഡ് പോകുന്ന പ്രോസസ്സുകൾ അതിനെക്കുറിച്ച് അവർക്ക് ഒരുപാട് ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടാവും. എങ്ങനെ ഇത് ചെയ്താൽ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒത്തിരി അവർക്ക് കൺഫ്യൂഷനുള്ള ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് നമ്മൾ വെബിനാറിൽ ചെയ്യുന്നത്. ഈച്ച് ആൻഡ് എവറി പോയിന്റ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട്
അത് എന്താ പറയുക ഇൻഫർമേഷൻ പ്രൊവൈഡിങ് ആണത് ആക്ച്വലി. പ്രൊഫഷണൽസ് ആണോ വന്നത്? പ്രൊഫഷണൽസ് ആണ്, മെഡിക്കൽ പ്രൊഫഷണൽ, നഴ്സസ് ഉണ്ടാവും, ഫാർമസിസ്റ്റ്, അതുപോലെ തന്നെ പാരാമെഡിക്കൽ, അലൈഡ് ഹെൽത്ത്, ഡോക്ടേഴ്സ് ഈവൻ. പിന്നെ വേറെ ഇപ്പോൾ മെഡിക്കൽ കോഡിങ്ങിൻ്റെ നമ്മൾ റീസെൻ്റ്ലി ഞാൻ പറഞ്ഞല്ലോ പുതിയതായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൽ കുറേ എന്താ പറയുക ഒരു ജോബ്, ആ ജോബിൽ നിന്നിട്ട് അതിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ നെക്സ്റ്റ് ഒരു കരിയർ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളവരുണ്ട്. പിന്നെ ഈ മെഡിക്കൽ പ്രൊഫഷൻസിന് വേണ്ടിയിട്ടുള്ള ലൈസൻസിങ് എക്സാമുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നേഴ്സ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ ദുബായിലോ അല്ലെങ്കിൽ സൗദിയിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലൈസൻസിങ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം അതിനുള്ള കോച്ചിങ് ഞങ്ങൾ കൊടുക്കും. ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ പ്രോസസ്സാണ്. ഇത് നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ വെരിഫിക്കേഷൻ അത് ജെനുവിനാണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിനുള്ള ഹെൽപ്പുകൾ ഞങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെ അവിടുത്തെ ലൈസൻസിങ്ങിനുള്ള ആപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കും. അറ്റസ്റ്റേഷൻ്റെ ഗൈഡൻസ് ചെയ്ത് കൊടുക്കും. പിന്നെ ഈ മെഡിക്കൽ പ്രൊഫഷൻസിനാണെങ്കിൽ കൗൺസിലുകളുണ്ട്. ഏത് സ്റ്റേറ്റിലാണോ പഠിച്ചത് ആ സ്റ്റേറ്റിലൊക്കെ നമുക്ക് രജിസ്ട്രേഷൻസ് ഉണ്ട്. രജിസ്ട്രേഷൻസ് ആൾട്ടർനേറ്റ് ടൈമിൽ നമ്മൾ റിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചില ആൾക്കാർ മറന്നു പോകും. 5 years ഒക്കെ വാലിഡിറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ പോകാൻ നേരത്തൊക്കെ ആയിരിക്കും ഇത് നോക്കുന്നത്. ആ ടൈമിലൊക്കെ ആയിരിക്കും റിന്യൂ ആയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഗൈഡൻസ് ചെയ്ത് കൊടുക്കും. എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്യാം, അങ്ങനെയുള്ള ഫുൾ ഗൈഡൻസ് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ഗുഡ് സ്റ്റാൻഡിങ്, വെരിഫിക്കേഷൻസ്, അങ്ങനെയുള്ള ഫുൾ ഗൈഡൻസ് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ പ്രോസസ്സ് ഓട്ടോമാറ്റിക്കലി ഫാസ്റ്റ് ആവും. മെയിനായിട്ടുള്ള പ്രശ്നം ഈ കൗൺസിലുകളിൽ ഏതൊക്കെ പേപ്പറുകൾ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രോസസ്സ് പെട്ടെന്ന് കിട്ടും. നമുക്ക് ഈ ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലിൽ നിന്നുള്ള ഡിലേ വരുന്നതിൻ്റെ മെയിൻ റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ടല്ല ഈ ആപ്ലിക്കേഷൻസ് പോകുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പർ മിസ്സായാൽ തന്നെ അവർ പേപ്പർ എടുത്ത് മാറ്റി വയ്ക്കും. അപ്പോൾ അത്രയും ഡിലേ വരുവാണ് അവിടെ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുക്കും പ്രോപ്പറായിട്ട്. ഏതൊക്കെ പേപ്പർ വെച്ചിട്ടാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനെയുള്ളതൊക്കെ. ട്രൂവേ ആക്ച്വലി എവറിത്തിങ് അണ്ടർ ആൻ അംബ്രല, അതാണ് ട്രൂവേ. അതായത് അവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ എബ്രോഡ് പോകുന്നത് വരെയുള്ള എല്ലാം, പിന്നീട് അവർ വേറൊരു ഏജൻസിയിൽ പോയിട്ടൊരു ഡൗട്ട് ചോദിക്കാനോ വേറൊരു പ്രൊസീജിയറിന് വേറൊരു ഏജൻസി അപ്രോച്ച് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം എവറിത്തിങ് അണ്ടർ ആൻ അംബ്രല എന്ന് പറഞ്ഞ പോലെ ഇനിഷ്യലി മുതൽ എന്താ പറയുക ഫൈനൽ സ്റ്റേജ് വരെ എല്ലാ കാര്യങ്ങളും. പിന്നെ സാർ നേരത്തെ പറഞ്ഞു നമ്മൾ റിക്രൂട്ടിംഗ് ഏജൻസി അല്ല. പലർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ട്രൂവേ ഒരു റിക്രൂട്ടിംഗ് കമ്പനി ആണെന്നുണ്ട്. നമ്മൾ ആക്ച്വലി ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയാണ്, മൈഗ്രേഷൻ സപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. പിന്നെ ഒരുപാട് റിക്രൂട്ടിംഗ് ടീമുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള സപ്പോർട്ട്സ് എന്തെങ്കിലും അങ്ങനെ അവരെ കണക്ട് ചെയ്യിപ്പിച്ചു കൊടുക്കുമോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഡയറക്റ്റ്ലി നമ്മൾ റിക്രൂട്ടേഴ്സ് അല്ല. എവിടെയൊക്കെയാണ് ഇപ്പം ട്രൂവേക്ക് ബ്രാഞ്ചസ് ഉള്ളത്? ബ്രാഞ്ചസ് ആക്ച്വലി നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് കഴക്കൂട്ടം ആണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, ട്രിവാൻഡ്രം. ആൻഡ് നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് ആറ്റിങ്ങിലാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ഓഫീസാണ്. പിന്നെ കൊച്ചിയിൽ നമുക്കൊരു ബ്രാഞ്ച് ഉണ്ട്, ബാംഗ്ലൂരുണ്ട്, ചെന്നൈ ഉണ്ട്. ചെന്നൈയിലും ബാംഗ്ലൂരിലും ഉള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഇരുന്ന് തന്നെയാണ് എല്ലാം സർക്കുലേറ്റ് ആവും. അതെ, ഫുള്ളി സിസ്റ്റം ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക്. സ്റ്റാഫിനെ അറിയാം, അവരാണ് ട്രൂവേ റൺ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു സ്റ്റേജിൽ നമ്മൾക്കത് അവരെ ആ ഒരു ലെവലിലേക്ക് എക്യുപ്ഡ് ആക്കി എടുക്കുക എന്നുള്ളതായിരുന്നു ഫസ്റ്റത്തെ ഒരു ടാസ്ക്. പിന്നീട് ഇപ്പം നമ്മളിപ്പോൾ ഒരു ദിവസം ഞാനോ സാറോ നമ്മൾ ആരും ഇല്ല, നമ്മൾ അവരുടെ വർക്ക്സിൽ ഇൻവോൾവ് ചെയ്തില്ലെങ്കിൽ കൂടി അത് റണ്ണാവും. കാരണം അവർക്ക് ഇപ്പോൾ ഒരു ബോധമുണ്ട്, ലൈക്ക് എൻ്റെ കമ്പനിയാണ് എന്നുള്ള ഒരു ലെവലിലേക്കാണ് അവർ വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾ അവരെ ഇൻസിസ്റ്റ് ചെയ്തിട്ടോ നിങ്ങളിങ്ങനെ ചെയ്യണം എന്ന് ഇപ്പോൾ പറയേണ്ട ഒരു സ്റ്റേജ് അല്ല. സോ വി ആർ സോ താങ്ക്ഫുൾ ഇൻ ദാറ്റ് വേ. അപ്പം നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. അപ്പം നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ട്രൂവേ വൺ ഓഫ് ദ ടോപ്പ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസീസ് ആണ് ഇപ്പോ. അതെ. അപ്പം എങ്ങനെ നമ്മളെ അപ്രോച്ച് ചെയ്യാൻ പറ്റും, എങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും എന്നും കൂടി അവരൊന്ന്. ഓക്കെ, മെയിനായിട്ട് പറയാനുള്ളത് ഏതൊരു ബിസിനസ്സിന് പിന്നിലൊരു സ്റ്റോറി ഓഫ് സ്ട്രഗിൾ ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പോൾ ഇന്ന് ട്രൂവേയുടെ സ്റ്റോറി നമ്മൾ ഷെയർ ചെയ്തതിലൂടെ ഓൺട്രപ്രണേഴ്സായിട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ഫീൽഡ് ചൂസ് ചെയ്യുന്നവർക്ക് ഒത്തിരി മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഹസൻ സാർ. സോ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഇപ്പോൾ ഇന്ന് ഈ ഒരു കൺസൾട്ടൻസി ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ടോപ്പ് മോസ്റ്റ് കൺസൾട്ടൻസീസ് ആയിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ ഞങ്ങൾക്കൊരു ടീമായിട്ട് നിന്നിട്ട് അതിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ എനി ബഡി ക്യാൻ ഡു ഇറ്റ്. അപ്പം മനുഷ്യന് അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല, ഇമ്പോസിബിൾ ആയിട്ടൊന്നുമില്ല. എവറിത്തിങ് ഈസ്
പോസിബിൾ. നമ്മൾ അതിനുള്ളൊരു എഫേർട്ടും ആ ഒരു പെർസീവറൻസ്, ഡിറ്റർമിനേഷൻ എല്ലാം വേണം എന്നാണ് ഉള്ളത്. ഓക്കെ. ആൻഡ് എനിവേ ട്രൂവേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് സർവീസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് ട്രൂവേ അത്രയും ട്രസ്റ്റ് വർത്തി ആയിട്ട് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു എബ്രോഡ് പോകുന്നതിന് ഇനിഷ്യലി ഫ്രം ദി ബിഗിനിങ് ടിൽ ദി എൻഡ് എന്ത് പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിലും വെരി സക്സസ്ഫുള്ളി അത് ക്ലിയർ ചെയ്ത് തരാനായിട്ട് ട്രൂവേക്ക് സാധിക്കും. സോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഓൾറെഡി ഉണ്ട്. ട്രൂവേ ഇൻ്റർനാഷണൽ എന്ന് തന്നെയാണ് നമ്മുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എനിക്കതിൽ മെസ്സേജസ് നമുക്ക് വരുന്നുണ്ട്, നല്ല രീതിയിലുള്ള കോമെൻറ്റ്സ് വരുന്നുണ്ട്. സോ നിങ്ങൾ ഇതുവരെ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് വാച്ച് ചെയ്ത് ഞങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ഞങ്ങളുടെ കസ്റ്റമർ സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. Thanks. Yeah, thank you so much, Rachel. Thank you.